ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി.എസ്. ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിൽ. അതിനുശേഷം നാലാം ഘട്ടം നിങ്ങൾക്കറിയാം, ഒപ്പുശേഖരണവും പഞ്ചായത്ത് അടിസ്ഥാനത്തിലെ പ്രചരണ സംവിധാനവും യാത്രകളും ഗൃഹസമ്പർക്കവുമായിരുന്നു. അത് വൻ വിജയമായതുകൊണ്ടാണ് 1 കോടി ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് ആ ഒപ്പുകൾ ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണർക്ക് വിശ്വാസ സംരക്ഷണത്തിനായി അതിനുവേണ്ടിയുള്ള ജനങ്ങളുടെ വികാരം ഒപ്പുകളാക്കി ഞങ്ങൾ സമർപ്പിച്ചത്. അങ്ങനെ നാലാം ഘട്ടം, അത് കഴിഞ്ഞ് 5ാമത്തെ ഘട്ടമാണ്. ആ 5ാം ഘട്ടം ഇങ്ങോട്ട് മാറ്റിയപ്പോഴേക്കും ആടിനെ പട്ടിയാക്കുന്ന പ്രചരണം മുഖ്യമന്ത്രിയും കുടലൂത്തുകാരായ ഫ്രാക്ഷൻ ഈ കേരളത്തിന് അപമാനവും ഭാരവുമായി മാറിയ ചരിത്രം നാളെ രേഖപ്പെടുത്തുന്ന CPM ഫ്രാക്ഷൻ അവർ ചേർന്ന് പറഞ്ഞു, ബിജെപി സമരം നിർത്തി. ബിജെപിയുടെ അവിടെയുള്ള നിയമലംഘനം, വോളണ്ടിയർമാർ സെലക്ട് ചെയ്ത വോളണ്ടിയർമാരുടെ സമരം അനശ്വതം തുടരുകയും ഇവിടെ സമരം കൂടുതലായി വ്യാപിപ്പിക്കാനും പാർട്ടി തീരുമാനിച്ചപ്പോൾ പിറ്റേ ദിവസം എല്ലാ മീഡിയകളിലെയും വാർത്ത, ബിജെപി സമരം നിർത്തി. കല്ലുവച്ച നുണ പ്രചരിപ്പിക്കുന്നത് വഴി ആർക്കെങ്കിലും സായുജ്യമുണ്ടായെങ്കിൽ അവർ സംതൃപ്തരായിക്കോട്ടെ. ജനങ്ങൾ അങ്ങനെയല്ല കരുതിയെന്നുള്ളത് കൊണ്ടാണ് 5ാംഗമായ ഈ നിരാഹാര സമരം 49 ദിവസം ഇന്ന് പൂർത്തിയാക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ സമരം ഒരു സംശയവും വേണ്ട, പൂർണ്ണ വിജയമുണ്ടോ എന്ന് റിസർച്ച് ചെയ്യുന്നവരോട് ദേശാഭിമാനി എഴുതിയിരിക്കുന്ന നോക്കൂ, ആചാരലംഘനം തടയുക എന്നതിനെതിരായിട്ടാണ്, ആചാരലംഘനം തടയുന്നതിനെതിരായിട്ടുള്ള സമരമാണ് ഞങ്ങൾ പുറപ്പെടുവിച്ചതെന്ന് ആ സമരത്തെക്കുറിച്ച് പറഞ്ഞ ആളുകൾ തന്നെയാണ്. അവരുടെ ചാനലിലൊക്കെയാണ് ഇന്നലത്തെ കോമാളിത്തരങ്ങൾ നടന്നത്. വിശ്വാസികളുടെ ആചാരങ്ങൾ ലംഘിക്കുന്നതിനെ തടയാനുള്ള ബഹുമാനപ്പെട്ട ഈ നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ ഗാന്ധിയൻ ശ്രീ ഗോപിനാഥ് നായർ സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം, അതുപോലെ അയ്യപ്പൻപിള്ള സാറ്, അവർ രണ്ടുപേരും ചേർന്നാണ് കൃഷ്ണദാസിന് നാരങ്ങാനീര് കൊടുത്തുകൊണ്ട് ഈ പരിപാടി ഇന്നിവിടെ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് സമരത്തെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ 1-ാം തീയതി തുടങ്ങുമ്പോൾ മുതൽ കഴിഞ്ഞ 112 ദിവസങ്ങളായി ഞങ്ങൾ നടത്തിവരുന്ന സഹന സമരത്തിന്റെ, ജനാധിപത്യ സമരത്തിന്റെ അടിസ്ഥാനപരമായ നേട്ടമെന്തെന്ന് ചോദിച്ചാൽ, ഈ സമരത്തിന്റെയും പ്രഖ്യാപിതമായ ആവശ്യം ശബരിമലയെ സംരക്ഷിക്കുക, ശബരിമലയിലെ ആചാര ലംഘനങ്ങൾ തടയുക, ആചാര ലംഘനങ്ങൾ അനുവദിച്ചുകൂടാ എന്ന നിലപാടുമായിട്ടാണ് സമരരംഗത്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ സമരത്തിന്റെ 5ാം ഘട്ടം, ആ 5ാം ഘട്ടവും ജനഹിതവും ദൈവഹിതവും ഞങ്ങൾക്ക് അനുകൂലമാണ്. ഒരു സംശയവും വേണ്ട. ഇന്നലെ ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ അക്കാര്യം പ്രഖ്യാപിച്ചത്. ദൈവഹിതവും ജനഹിതവും ഓരോ ഘട്ടത്തിലും ഞങ്ങൾക്ക് അനുകൂലമായതുകൊണ്ടാണ് ബിജെപി പ്രശ്നമേറ്റെടുത്ത് ത്യാഗനിർഭരമായി സമരം നടത്തിയത് കൊണ്ടാണ് ഇന്ന് ലോകമെമ്പാടും ഇവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും വിശ്വാസികളെ തകർക്കാനുള്ള നിരീശ്വരവാദികളുടെ ഭരണകൂടത്തിന്റെ ശ്രമങ്ങളും ലോകമെമ്പാടും വാർത്തയായത്.
BBC-യിലേക്ക് ഇന്റർവ്യൂ ലണ്ടനിലേക്ക് കൊടുക്കാൻ കേരളത്തിലെ BJP പ്രവർത്തകന്മാർക്ക് സാധിച്ചത്, അമേരിക്കയിലെ ചാനലിന് കൊടുക്കാൻ സാധിച്ചത്, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടും ഇത് അറിയപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ടിരിക്കുന്നു. എന്തിനധികം പറയുന്നു, മിനിഞ്ഞാന്ന് ഈ കേരള സർക്കാർ കോടാനുകോടി റുപ്യ മുടക്കി 5 സീനിയർ അഭിഭാഷകരുമായി ഇന്ദിരാ ജയ്സിംഗ് ഉൾപ്പെടെയുള്ള അഭിഭാഷകരെ ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെ കോടതി മുമ്പാകെ 4 ആവശ്യങ്ങൾ, 5 എണ്ണമാണ്, 4 ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവര് വാദിക്കുന്ന അവസരത്തിൽ ജീവന് രക്ഷ നൽകുന്ന പ്രൊട്ടക്ഷൻ ഫോർ ലൈഫ്, ആ 2ാമത്തെ ആവശ്യം ഒഴികെ ഒന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 4 എണ്ണം വലിച്ചെറിഞ്ഞപ്പോൾ ഇന്ദിരാ ജയ്സിംഗ് കേണപേക്ഷിച്ചു, ഞങ്ങളുടെ ഈ 4 ആവശ്യങ്ങൾ റിവ്യൂ ഹർജിയോടൊപ്പം ഒന്ന് ആ റിവ്യൂ ഹർജിയിൽ ടാഗ് ചെയ്യണം. അതിന് മറുപടി പറഞ്ഞ എന്താണെന്ന് അറിയാൻ നിങ്ങളുടെ സുഹൃത്ത് റിപ്പോർട്ടർ ടിവിയുടെ തലവനായി ഒരു CPM MP-യുടെ അനന്തരവൻ, ആ അനന്തരവനാണ് ബാലഗോപാൽ. എല്ലാ ദിവസവും അദ്ദേഹം സുപ്രീം കോടതിയിൽ കണ്ടതും കേട്ടതും എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലിടും. 2 പേജിലായി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്കിൽ ഇട്ടത് എന്താണെന്നറിയാമോ? ഈ 20 ലക്ഷം ഒരു ദിവസത്തേക്ക് കൊടുത്തു കൊണ്ടുപോയ ലോയറുടെ മുഖത്ത് നോക്കി സുപ്രീം കോടതിയിലെ മുഖ്യ ന്യായാധിപനും രംഗണ്ടങ്ങ ബെഞ്ചും പറഞ്ഞത്, കേരളത്തിൽ നടക്കുന്ന യഥാർത്ഥ വിവരം ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് 52ന്റെ ലിസ്റ്റ് 51ന്റെ ലിസ്റ്റ് കയ്യിൽ വെച്ചാൽ മതി എന്നാ പറഞ്ഞത്. ഇതിൽ പരം ഒരു നാണക്കേട് ഉണ്ടാകേണ്ടതുണ്ടോ? പക്ഷെ എനിക്കൊരു ദുഃഖമുണ്ട്. ഒരു മാധ്യമം ശബരിമല വിഷയത്തിൽ BJP നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാടിനെതിരെ BJP സമരം തുടരുമെന്ന ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. നിരാഹാര സമരമാണ് അവസാനിപ്പിക്കുന്നത്. അടുത്ത ഘട്ടം സമരം ഉടൻ ആരംഭിക്കുമെന്നും PK കൃഷ്ണദാസ് തിരുവനന്തപുരത്ത് പറഞ്ഞു. ഘട്ടമെന്താണെന്ന് സ്വാഭാവികമായും കർമ്മസമിതി നേതാക്കന്മാർ സ്വാഭാവികമായിട്ടും അത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഭാരതീയ ജനതാ പാർട്ടി ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഇന്ന് 5ാം ഘട്ട സമരത്തിന്റെ സാങ്കേതികമായ പരിസമാപ്തിയാണ് ഇന്നിവിടെ കുറിക്കുന്നത്. 6ാം ഘട്ട സമരത്തിന്റെ ആരംഭം ഉടൻ തന്നെ ഉണ്ടാകും എന്ന കാര്യം സംശയമില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയും LDF-നെ കൊണ്ടും, മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ട് LDF-നെ കൊണ്ട്, LDF സർക്കാരിനെ കൊണ്ട്, മുഖ്യമന്ത്രിയെ കൊണ്ട് അടിയറവ് പറയിപ്പിക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശബരിമല കർമ്മസമിതി പ്രഖ്യാപിച്ച പരിപാടിയിൽ അമൃതാനന്ദമായി പങ്കെടുക്കുന്നത് വലതുപക്ഷ ഏകീകരണത്തിന്റെ ഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അമൃതാനന്ദമായി രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കാറില്ലായിരുന്നു. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അവർ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കാണുന്നുണ്ടെന്നും എന്നിട്ട് അവരുടെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടോ എന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. അമൃതാനന്ദമായി സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു മഹത് വ്യക്തിയല്ല. പക്ഷെ എന്തുകൊണ്ട് അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു? എങ്ങനെ അവർ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു? അമൃതാനന്ദമയി മഠം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട ഒരു മഠമാണ്. അമൃതാനന്ദമയിയുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികളുടെ വിശ്വാസത്തെ പോലും അംഗീകരിക്കുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയല്ല ഈ RSSന്റെ കർമ്മസമിതി പരിപാടിയിൽ അമൃതാനന്ദമയി പങ്കെടുക്കുന്നത്. നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് ആയതുകൊണ്ട് അയ്യപ്പനെ ദർശിക്കാൻ യുവതികൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കർമ്മസമിതിയുടെ സമരം. ഈ സമരത്തിനാണ് അമൃതാനന്ദമയി പിന്തുണ കൊടുക്കുന്നത്. അമൃതാനന്ദമയി ആണെങ്കിലോ എല്ലാ പ്രായപരിധിയിലും പെട്ട യുവാക്കളും കാണുന്നുണ്ട്, സ്ത്രീകളും കാണുന്നുണ്ട്. അമൃതാനന്ദമയി ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അവരുടെ ബ്രഹ്മചര്യത്തിന് ഇങ്ങനെ ആളുകൾ കണ്ടതുകൊണ്ട് ഇത്രയും കാലം വല്ല കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ കർമ്മസമിതി ഉന്നയിക്കുന്ന ന്യായത്തിന് അമൃതാനന്ദമായി പിന്തുണ കൊടുക്കുന്നതിന് എന്താണ് യുക്തി?
ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലുള്ള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന മുൻ ചീഫ് സെക്രട്ടറിയും ഭരണപരിഷ്കാര കമ്മീഷൻ അംഗവുമായ CP നായർ തന്നോട് ചോദിക്കാതെയാണ് പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ തന്റെ പേര് ഉൾപ്പെടുത്തിയതെന്നും CP നായർ ന്യൂസ് 8നോട് പറഞ്ഞു. അയ്യപ്പ ഭക്ത സംഗമത്തിൽ പ്രസംഗിക്കുന്ന 20 പേരുടെ പട്ടികയിലാണ് സംഘാടകർ CP നായരുടെ പേരും ഉൾപ്പെടുത്തിയത്. സ്ഥിരീകരണത്തിനായി ഭരണപരിഷ്കാര കമ്മീഷൻ അംഗം കൂടിയായ CP നായരെ ഫോണിൽ ബന്ധപ്പെട്ടു. സംഘാടകരിൽ ആരും തന്നോട് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പട്ടികയിൽ പേര് ചേർത്തത് തന്നോട് ചോദിക്കാതെയാണ്. പരിപാടിയിൽ പങ്കെടുക്കില്ല. ഔദ്യോഗികമായി ആരും എന്നെ ക്ഷണിച്ചിട്ടില്ല. കഴിവെന്ന് പറയാം. അനുഭവം ചോദിച്ചിട്ടുള്ള എന്റെ പേര് വെക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി. കൊല്ലത്ത് നേരത്തെ നിശ്ചയിച്ച പരിപാടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഉച്ചയോടെ കൊല്ലത്തേക്ക് പോകുമെന്നും CP നായർ പറഞ്ഞു. അടുത്ത വ്യക്തിയുടെ കൊല്ലത്ത് നടക്കും. ഞാനവിടെ പ്രകാശിപ്പിക്കാനാണ്. വിവാദമാക്കാനോ പരാതി നൽകാനോ താൽപര്യമില്ലെന്നും CP നായർ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന പന്തളം കൊട്ടാരം. പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് കൊട്ടാരം പ്രതിനിധി PG ശശികുമാർ വർമ്മ പറഞ്ഞു. ഒരിക്കലും ഒരു ഗവൺമെന്റ് ചെയ്യാൻ പാടില്ല. ഇത് എന്തിനു വേണ്ടിയാണ് വെച്ചിട്ടുണ്ട്? ആർക്കെന്താ ഇത് ഗുണം? ലിസ്റ്റ് വെറും ഒരു ബോഗസ് ആക്കി ഉണ്ടായ സാധനമല്ലേ. അതും ആവശ്യമില്ലാതെ അടി മേടിക്കുകയായിരുന്നു. ഈ പണ്ട് പറഞ്ഞിട്ടുണ്ട് ആകാശത്തൂടെ പോകുന്ന അടി ഏണി വെച്ച് മേടിക്കുമെന്ന്. പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. ഇനി ഇത് ആവർത്തിച്ചാൽ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ എല്ലാ പകിട്ടും നഷ്ടപ്പെട്ടു. അതിന്റെ പരിപാവനത എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു പോകും. ഈ തീർത്ഥാടന കാലത്തുണ്ടായ സംഭവവികാസങ്ങൾ കോടതിയുടെ ഇടപെടൽ വരുന്നതിന് ശേഷം വളരെ സൗമ്യമായിട്ടും ഒരുപക്ഷെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേരിട്ട് ചർച്ച ചെയ്ത് ഒരു പുതിയ വഴി കണ്ടെത്താനുള്ള ഒരു അവസരം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതുകൂടി വെച്ചുകൊണ്ട് തീർക്കുന്നതാകണമെന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്കൊക്കെ. ചരിത്രത്തിലെ ഏറ്റവും വിവാദഭരിതമായ മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാപനം. പ്രത്യേക പൂജകൾക്ക് ശേഷം നടയടച്ചു. താക്കോലുമായി പന്തളം രാജപ്രതിനിധി യാത്രയായി. ഒരു ക്ഷേത്ര വിവാദം കേരള രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം ചർച്ചയായ മറ്റൊരു കാലവും ഉണ്ടായിട്ടില്ല. പടിവാതിലിൽ നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഏത് മുന്നണിയെ തുണയ്ക്കുമെന്നതാണ് ഇനിയുള്ള ചോദ്യം. ശബരിമലയിൽ യുവതി പ്രവേശനം വിലക്കിയ 91 ഹൈക്കോടതി വിധി നിയമപ്രകാരമായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 91 വിധി ബോധപൂർവമായിരുന്നു. ഇതിനോട് എതിർപ്പുണ്ടായിരുന്ന ജഡ്ജി വിരമിച്ച ശേഷമാണ് വിധി വന്നത്. ഹൈക്കോടതി വിധി തിരുത്തുകയാണ് ഇപ്പോൾ സുപ്രീംകോടതി ചെയ്തത്. എന്നാൽ സുപ്രീംകോടതിക്കെതിരെ തിരിയാൻ കഴിയാത്തതിനാൽ സർക്കാരിനെതിരെ തിരിയുകയാണെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സുപ്രീംകോടതി എന്താ പറഞ്ഞത്? പുരുഷന് തുല്യമായ അവകാശം സ്ത്രീക്കുമുണ്ട്. അത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരാവകാശം അത് നിഷേധിക്കുന്ന തരത്തിലൊരു നടപടിയും പറ്റില്ല. 91 ഒരു ജഡ്ജിയുടെ ഉത്തരവ് വരുന്നു. ആ ജഡ്ജി ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ബോധപൂർവമാണ്. അത് നിയമവിരുദ്ധാണെന്ന് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞല്ലോ. അത് നിയമപ്രകാരമല്ലല്ലോ. അതിലും ഓർക്കേണ്ട ഒരു കാര്യം, അവിടെ ഒന്നിച്ചിരുന്നിരുന്ന ജഡ്ജി ഇതിനനുകൂലമായിട്ട് വർത്തമാനം പറയില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം മറ്റൊരു തരത്തിൽ ഒഴിഞ്ഞു പോകുന്നത് വരെ അതിൽ വിധി പറയാതിരുന്നു. എന്നിട്ട് വേറൊരാൾ വന്നതിന് ശേഷമാണ് ഈ വിധി പറയുന്നത്. അപ്പോൾ 91 ശേഷം മാത്രമേ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ശബരിമലയിലെ BJP സമരങ്ങൾ ഏശിയില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു. സുപ്രീംകോടതി വിധി സ്ത്രീകളുടെ അവകാശത്തിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരള സമൂഹത്തിന്റെ വലതുപക്ഷവൽക്കരണം എന്ന വിഷയത്തിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി അത് സ്ത്രീയുടെ അവകാശത്തിൻ്റെ പ്രശ്നമാണല്ലോ. പക്ഷേ നമ്മുടെ സമൂഹത്തിന് അതിലൊരു വിഭാഗത്തിന് അതുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലല്ലോ. കോടതി വിധി വന്നതിന് ശേഷം ഒരു ഇടപെടലുണ്ടായി. ഇതിനെതിരെയുള്ള ഇടപെടൽ സമൂഹത്തിലൊന്നും ഏശിയില്ല. ഈ നടന്ന പ്രവർത്തനങ്ങൾ ഏശിയില്ല എന്നുള്ളത് ആ സമര നേതൃത്വം വഹിച്ചവർ തന്നെ സമ്മതിക്കുന്നു. വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിലേക്ക് വെള്ളം നൽകാൻ മിനി ഡാം നിർമ്മിക്കാൻ സാധ്യത തേടി സർക്കാർ.
കഞ്ചിക്കോട് വലിയ ഏരിയയ്ക്ക് സമീപം ഡാം നിർമ്മിക്കാനാണ് പദ്ധതി. എന്നാൽ ഇതിന്റെ പ്രാഥമിക പഠനം പൂർത്തിയായതോടെ പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി. 10 ദശലക്ഷം ഘനമീറ്റർ ജലമോ അതിൽ കൂടുതലോ സംഭരിക്കാൻ കഴിയുന്ന തരത്തിൽ മിനി ഡാം നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കിൻഫ്ര പാർക്കിലേക്ക് മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം നൽകുന്നതിന് എതിർപ്പുയരുന്ന സാഹചര്യത്തിലാണ് കഞ്ചിക്കോട് നരകംപള്ളിപ്പുഴയുടെ കൈവഴി കടന്നുവരുന്ന വലിയ ഏരിക്ക് കുറുകെ മിനി ഡാം നിർമ്മിക്കാനുള്ള സാധ്യത തേടുന്നത്. ജലവിഭവ വകുപ്പ് പദ്ധതിയുടെ പ്രാഥമിക പഠനം പൂർത്തിയാക്കി. ഇനി വിശദമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കണം. എന്നാൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതോടെ പരിസ്ഥിതി പ്രവർത്തകരും എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൃത്യമായ ഒരു പഠനമൊന്നും നടത്താതെയാണ് ഇത്തരം പ്രോജക്റ്റുകൾ ഇവിടെ കൊണ്ടുവരുന്നത്. അത് സ്വാഭാവികമായും വ്യവസായ സ്ഥാപനങ്ങൾ വരുമ്പോൾ നടത്തേണ്ട പ്രാഥമിക പഠനങ്ങൾ എന്നതുപോലെ തന്നെ ഈ ഡാമിന്റെ കാര്യത്തിലും ഇത്തരം പഠനങ്ങൾ നടത്തിയിട്ടില്ല. ഏകപക്ഷീയമായി വ്യവസായ മേഖലയെ സഹായിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്. മിനി ഡാം വന്നാൽ കിൻഫ്രയിലെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും ഇവിടെ നിന്ന് വെള്ളം നൽകാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇതിനു പുറമെ IIT ക്യാമ്പസിലേക്കും പ്രദേശത്തെ കുടിവെള്ള ആവശ്യത്തിനും പദ്ധതി പ്രയോജനപ്പെടുമെന്ന് അധികൃതർ വിലയിരുത്തുന്നു. ക്യാമറമാൻ KM പ്രയത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. വീണ്ടും വെള്ളമൂറ്റാൻ കൊക്കോകോള. പ്ലാച്ചിമടയിൽ പുതിയ സംരംഭം തുടങ്ങാനൊരുങ്ങി കൊക്കോകോള. നിലവിലെ പ്ലാന്റ് സർക്കാർ അടച്ചുപൂട്ടി വർഷങ്ങളായെങ്കിലും പുതിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങാനുള്ള നീക്കമാണ് കമ്പനി നടത്തുന്നത്. പ്ലാച്ചിമടയിലെ പുതിയ പദ്ധതിയെക്കുറിച്ച് ഒരറിയിപ്പും കിട്ടിയിട്ടില്ലെന്ന് പെരുമാട്ടി പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. വീണ്ടും ജലചൂഷണത്തിനാണ് നീക്കമെങ്കിൽ അനുവദിക്കില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകരും പറഞ്ഞു. 2004 അടച്ചുപൂട്ടിയ പ്ലാച്ചിമടയിലെ കൊക്കോകോള പ്ലാന്റും സ്ഥലവും കഴിഞ്ഞ 15 വർഷമായി കാടുപിടിച്ച് കിടക്കുകയായിരുന്നു. പുതിയ സംരംഭം തുടങ്ങാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് 34 ഏക്കർ വരുന്ന ഫാക്ടറി പ്രദേശം അധികൃതർ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയത്. മുൻപ് പഴച്ചാർ സംസ്കരണ കേന്ദ്രം തുടങ്ങാൻ നീക്കമുണ്ടായിരുന്നുവെങ്കിലും പ്രതിഷേധം ഉയർന്നതോടെ കമ്പനി പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ വീണ്ടും പുതിയ സംരംഭം തുടങ്ങാനുള്ള നീക്കത്തിലാണ് കമ്പനി. ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. അതിന്റെ ഭാഗമായാണ് ഭൂമി നിരപ്പാക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ അനുമതിക്കായി കമ്പനി സമീപിച്ചിട്ടില്ലെന്ന് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു. വീണ്ടും ജലചൂഷണത്തിനാണ് നീക്കമെങ്കിൽ തടയുമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും വ്യക്തമാക്കി. ഇത് അവിടെ ഒരു പുതിയ പദ്ധതിക്കുള്ള നീക്കമാണ് നടക്കാൻ കഴിയുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പദ്ധതിയെ സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങളോ ഏത് തരത്തിലുള്ള പ്രൊജക്റ്റാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത ഇനിയും കൈവന്നിട്ടില്ല. പുതിയ പ്രൊജക്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊജക്റ്റാണെങ്കിൽ അതിന് സ്വാഗതം ചെയ്യുകയും മറിച്ച് കൊക്കക്കോളയെ പോലെ ജലചൂഷണം നടത്തി ഈ പ്രദേശമാകെ മലിനീകരിക്കുന്ന ഒരു പദ്ധതിക്കാണ് പുതുതായി നീക്കം നടത്തുന്നത് എങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് തുടർ ദിവസങ്ങളിൽ നേതൃത്വം നൽകാൻ ഞങ്ങൾ നിർബന്ധിതരാകും. പ്ലാച്ചിമടയിൽ കൊക്കോകോള ഉൽപാദനം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നിലവിലെ സ്ഥലത്ത് നിരവധി പദ്ധതികൾ പ്ലാച്ചിമടയിലേക്ക് ആലോചിക്കുന്നുണ്ടെന്നും അന്തിമ തീരുമാനമായിട്ടില്ലെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. എന്നാൽ പ്ലാച്ചിമടയിൽ കമ്പനി നടത്തുന്ന പുതിയ നീക്കത്തെ ആശങ്കയോടെയാണ് പ്രദേശവാസികൾ കാണുന്നത്. ന്യൂസ് 18, പാലക്കാട്. സിറോ മലബാർ സഭ സിനഡ് തീരുമാനങ്ങളും മാർഗനിർദ്ദേശങ്ങളും അടങ്ങുന്ന സർക്കുലർ രാവിലെ വിവിധ പള്ളികളിൽ വായിച്ചു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വൈദികരോടും സന്യസ്തരോടും വിശ്വാസ സമൂഹത്തോടുമുള്ള അഭിസംബോധന എന്ന രീതിയിലാണ് സർക്കുലർ. സഭയിൽ അച്ചടക്ക നടപടികൾ കർശനമാക്കുമെന്ന് സർക്കുലറിൽ പറയുന്നു. ഇതിനിടെ സർക്കുലർ കത്തിച്ച ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധവും നടന്നു. കേരള കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ എറണാകുളം ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. കൂടുതൽ വിവരങ്ങളുമായി വിനീത വിജി ചേരുന്നു കൊച്ചിയിൽ നിന്നും. വിനീത, ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിൽ നടന്ന പ്രതിഷേധം അവസാനിച്ചോ? നിലവിലെ അവസ്ഥ എന്താണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ. അശ്വതി, നിലവിൽ പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ അവസാനിച്ചിട്ടുണ്ട്. പൊതുസമരങ്ങളിൽ വൈദികരും സന്യസ്തരും പങ്കെടുക്കരുതെന്നും അഭിമുഖങ്ങളിലും അതോടൊപ്പം മറ്റേതെങ്കിലും തരത്തിലുള്ള ചാനൽ ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ സഭയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണമെന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഇടയലേഖനമായിരുന്നു. ഈ ഇടയലേഖനമാണ് എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിൽ ഇന്ന് രാവിലെയോടുകൂടി കത്തിച്ചത്. എന്നാൽ ഇടയലേഖനം കത്തിക്കുന്നതിനെതിരെ കുർബാന കഴിഞ്ഞെത്തിയ ഏതാനും സഭാവിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും പിന്നീട് പോലീസ് ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു. തുടർന്ന്
തുടർന്ന് ചർച്ച ആക്ഷൻ കൗൺസിലിന്റെയും ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടികളും സർക്കുലർ കത്തിക്കലും നടന്നത്. ഇതിൽ ഇത്തരത്തിൽ പറയുന്ന കർശനമായി പറയുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതിൽ പ്രധാനമായും പറയുന്ന നിർദ്ദേശങ്ങൾ ഇതാണ്. അതായത് ഈ സഭയുടെ നിർദ്ദേശങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ഒരു മാതൃക എന്ന രീതിയിൽ മാതൃകാപരമായ രീതിയിലുള്ള ശിക്ഷാ നടപടികളിലേക്ക് എടുക്കാൻ സഭയ്ക്ക് അധികാരമുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഇത്തരം കർശനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് സ്വാതന്ത്ര്യത്തിന് മേൽ തീർക്കുന്ന വിലക്കാണെന്നാണ് കത്തോലിക്ക സഭ വിജയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. മലബാർ കേന്ദ്രീകരിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഹൈദരാബാദിലെ ഹീര ഗ്രൂപ്പിന് മലയാളി ബന്ധവും. ഹീര ഗ്രൂപ്പ് ഉടമ ഇതര സംസ്ഥാനങ്ങളിലെ തട്ടിപ്പ് കേസുകളിൽ പിടിക്കപ്പെടുമ്പോഴും നിക്ഷേപകരുമായി സംസാരിച്ചിരുന്നത് എറണാകുളം സ്വദേശിനി മോളി തോമസ് ആണ്. നൌഹീറ ഷെയ്ഖിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് മോളി തോമസ്. പലിശരഹിത ലാഭവിഹിതം എന്ന പേരിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടന്ന നിക്ഷേപ തട്ടിപ്പിന്റെ പിന്നാമ്പുറ കഥകളുടെ അന്വേഷണത്തിലാണ് ഹീര ഗ്രൂപ്പിനൊപ്പമുള്ള മലയാളി സാന്നിധ്യത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. എറണാകുളം സ്വദേശിനി മോളി തോമസ് ആണ് കമ്പനിക്കും നിക്ഷേപകർക്കും ഇടനിലക്കാരിയായി നിന്നത്. ഹീര ഗോൾഡ് എക്സിം കോഴിക്കോട് MK റോഡിൽ ഓഫീസ് തുറന്നതു മുതൽ ഹീര ഗ്രൂപ്പിന്റെ ഹൈദരാബാദ് ഓഫീസിലേക്ക് വിളിക്കുമ്പോഴൊക്കെയും സംസാരിക്കുക മോളി തോമസ് ആണ്. മലയാളം സംസാരിക്കുന്ന ഒരു മോളി മാഡം കൊച്ചിക്കാരത്തിയാണ്. അപ്പോൾ അവരാണ് ഇവരെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിന്നിരുന്നാണ് കേൾക്കണത്. ഫോണ് കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ചാൽ ഈ മോളി മാഡത്തെയാണ് നമുക്ക് പലപ്പോഴും കിട്ടാറുള്ളത്. അവരാണ് സംസാരിക്കുക. നൌഹീറ ഷെയ്ഖ് കോഴിക്കോട്ടെത്തിയപ്പോഴെല്ലാം മോളി തോമസും ഒപ്പമുണ്ടായിരുന്നു. കോഴിക്കോട്ടെ പ്രമുഖ റിസോർട്ടിൽ നടത്തിയ ഇഫ്താർ വിരുന്നിൽ നൌഹീറയടക്കമുള്ളവരുടെ പ്രസംഗങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതും മോളി തോമസാണ്. പക്ഷേ ഇഫ്താർ വിരുന്നിനെത്തിയപ്പോൾ പർദ്ദ ധരിച്ചെത്തി മോളി തോമസ് നിക്ഷേപകരുടെ വിശ്വാസം ആർജിച്ചു. മോളി മാഡത്തിൻ്റെ സത്യത്തിൽ കസ്റ്റമേഴ്സിന് ആർക്കും മനസ്സിലായിട്ടില്ല. കാരണം മോളി മാഡം വന്ന് തന്നെ പറഞ്ഞിട്ട് കൊണ്ടാണ്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് അതൊക്കെ ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിരുന്നോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോഴിക്കോടിന് പുറമെ കൊച്ചിയിലും ഹീര ഗ്രൂപ്പ് മേഖലാ ഓഫീസ് തുറന്നു. ഇവിടെ പ്രമുഖ ഹോട്ടൽ സമുച്ചയം ഹീരയ്ക്ക് വേണ്ടി വാങ്ങിയത് മോളിയുടെ ഭർത്താവ് തോമസ് ആണ്. വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെ ഹോട്ടൽ കെട്ടിടം ബാങ്ക് കൈവശപ്പെടുത്തി. ഹീര ഗ്രൂപ്പിനെതിരെ ഹൈദരാബാദിലുള്ള കേസിൽ മോളി തോമസിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ജാമ്യത്തിലിറങ്ങുകയായിരുന്നു. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കോഴിക്കോട്. ശബരിമല വിഷയത്തിൽ BJP സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരം അവസാനിപ്പിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ അവിടെ സമരപന്തലിന് മുന്നിൽ പ്രസംഗിക്കുകയായിരുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക് എന്നാണ് പാർട്ടിയുടെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. ആറാം ഘട്ട സമരം എന്ന് പറയുന്നത് 2 ആഴ്ചക്കാലം ജനസമ്പർക്ക യജ്ഞം നടത്തും. അതിനുശേഷം അടുത്ത മലയാള മാസം 1-ാം തീയതി ഈ പ്രശ്നം തീരുന്നില്ലെങ്കിൽ അന്ന് തുടങ്ങുന്ന ദിവസം ഉപവാസ സമരമായി നടത്താനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 6ാം ഘട്ട സമരവുമായി മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിവിടെ പ്രഖ്യാപിക്കും എന്നെൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു. ഇനി ഞാൻ പ്രഖ്യാപിച്ചില്ലെങ്കിൽ സമരം നിർത്തിപ്പോയി, സമരം പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ വാർത്ത വരണ്ട എന്നുള്ളത് കൊണ്ടാണ് സമയം കടന്നെടുത്ത് ഞാനിത് പറയാനിടയായി. ഞാൻ എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ എന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് 2 വാക്ക് പറയാൻ ശ്രമിക്കുന്നത്. എല്ലാ വിവരങ്ങളും കാര്യങ്ങളൊക്കെ വളരെ വസ്തുനിഷ്ഠമായി സമർത്ഥമായി വിശകലനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ശ്രീ കൃഷ്ണദാസിൻ്റെ ഉപവാസ പരിപാടി സമാപിക്കാനുള്ളതായിട്ടുള്ള പരിപാടിയാണ്. അത് വേഗം നടത്താനായിട്ട് ഗോപിനാഥൻ നായരും അതുപോലെ തന്നെ അയ്യപ്പൻ പിള്ള സാറും അവരെല്ലാം വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യമുള്ളൂ, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും 49 ദിവസം ഈ പാതയോരത്ത് ഇവിടുത്തെ വാഹന ഗതാഗതത്തിന് യാതൊരു തടസ്സമില്ലാതെ, ആൾക്കാർക്ക് യാതൊരു വിഷമവുമില്ലാതെ വളരെ ശാന്തമായി ഒരു പരിപാടി നടത്തി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ വിജയമാണത്. ഈ വിജയത്തിന് കാരണക്കാരായിട്ടുള്ള എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നമസ്കാരം. നമ്മുടെ സമാപന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മുഖ്യ ചടങ്ങിന് മുമ്പായി നമ്മുടെ ഈ സമരത്തിന് തുടക്കം മുതൽ നേതൃത്വം കൊടുത്തുകൊണ്ട് നിരാഹാരം അനുഷ്ഠിച്ചിട്ടുള്ള നമ്മുടെ സമരനായകന്മാരെ ഇതിൻ്റെ മുന്നോടിയായി
നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ ഒ രാജഗോപാൽജി അവരെ എല്ലാവരെയും ഓരോരുത്തരെയായി ഷാൾ അണിയിക്കുന്നുണ്ടാവും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബി.ജെ.പി. നടത്തിവന്ന നിരാഹാര സമരം അവസാനിക്കുകയാണ്. അല്പസമയത്തിനകം പി.കെ. കൃഷ്ണദാസിന് നാരങ്ങ നീര് കൊടുത്ത ഗാന്ധിയൻ പി. ഗോപിനാഥൻ നായരാണ് സമരം അവസാനിപ്പിക്കുന്നത്. അതിന്റെ ചടങ്ങുകൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുരോഗമിക്കുന്നു. ബഹുമാനിയായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭ സുരേന്ദ്രൻജിയെ രാജേട്ടൻ ഷാൾ അണിയിക്കുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.